നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഒന്ന് ഇതേപോലെ കഴിഞ്ഞ സെഷനിൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കാണപ്പെട്ട ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് കാർട്രേഡ് ഷെയർ ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 19% ഒരു ക്രാഷാണ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ ഇതിനു മുൻപ് നമ്മൾ ഈ സെഷനിൽ നമ്മുടെ ചാനലിൽ തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. മുൻപ് പ്രീവിയസ് ഇയറിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കാർട്രേഡ് ഷെയറിൻ്റെ. പക്ഷേ ഇന്നത്തെ ഒരു വിപണിയിൽ വലിയ തോതിലൊരു ക്രാഷാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. തുടക്ക വ്യാപാരത്തിൽ 18.68% ഒരു നഷ്ടം രേഖപ്പെടുത്തി 2222 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സ്റ്റോക്ക് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 2755 എന്ന റേഞ്ചിലേക്ക് എത്തിയ സ്റ്റോക്കായിരുന്നു. 2730 ആ ഒരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2737 എന്നുള്ള റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വിപണിയിൽ ഓപ്പണിംഗ് നൽകിയതിന് ശേഷം 2222 രൂപ റേഞ്ചിലേക്ക് താഴുന്നൊരു സാഹചര്യം. ഓൾമോസ്റ്റ് ഒരു 500 രൂപയിലധികം ഒരു ഇടിവ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇടിവ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് പ്രധാനമായിട്ടും പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള JM ഫിനാൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിന് സെൽ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുകയാണ്. വാല്യുവേഷൻ കൺസേൺസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ഹോൾഡ് എന്ന റേറ്റിംഗ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ടാർഗറ്റ് പ്രൈസ് മുൻപ് നൽകിയതിനേക്കാളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. 2350 എന്നൊരു ടാർഗറ്റ് വിലയാണ് JM ഫിനാൻഷ്യൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഇൻട്രാഡേയിൽ തന്നെ 2222 എന്ന റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോയിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു റിക്കവറി സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 2450 രൂപയ്ക്ക് മുകളിലായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 2514 രൂപ ഒരു റേഞ്ചിലേക്ക് തിരിച്ച് കയറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കനത്ത ഇടിവാണ്, റെക്കോർഡ് ഡിക്ലൈനാണ് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസവും നേട്ടത്തിൽ തുടർന്നിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വലിയ തോതിലൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാർട്രേഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് സർവീസുകളൊക്കെ ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇവരുടെ അണ്ടറിൽ കുറേയധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ OLX കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ ട്രേഡിൻ്റെ ശ്രീരാം ഓട്ടോമോൾ, ബൈക്ക് വാലെ, കാർ വാലെ പോലുള്ള കാർ ട്രേഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാർട്രേഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ടും സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഒരു സർവീസുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിൽ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് B2B കസ്റ്റമേഴ്സിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിനൊക്കെയാണ് അവർ കൂടുതലും സർവീസുകൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീലർമാർ അങ്ങനെയുള്ളവർക്കാണ് ഇവർ കൂടുതലും സേവനങ്ങൾ നൽകുന്നത്. കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന ഡീലർമാരും തമ്മിലുള്ള കണക്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഒരു വിൽപ്പനയും കാര്യങ്ങളൊക്കെ തന്നെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഈ കാർട്രേഡ് ഡിജിറ്റൽ ടെക്നോളജീസിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. OLX തന്നെ നമുക്ക് അറിയാവുന്നതാണ്. സോ കൂടുതലും B2B ബിസിനസ്സാണ് ചെയ്യുന്നത്. അവരുടെ മൊത്തം റവന്യൂവിൻ്റെ മേജർ പോർഷനും B2B ബിസിനസ്സിൽ നിന്നുമാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് അല്പം ഓവർ ഹീറ്റഡ് ആണ് എന്ന് JM ഫിനാൻഷ്യൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2027 സാമ്പത്തിക വർഷത്തിൻ്റെ EBITDA കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് 43 മടങ്ങ് അധികമാണ് ഇവരുടെ വാല്യുവേഷൻ എന്ന് വിലയിരുത്തുന്നുണ്ട്. EBITDA എന്ന് പറയുമ്പോൾ EV/EBITDA വെച്ച് നോക്കുന്ന സമയത്ത് 43 മടങ്ങ് അധികമായിട്ടാണ് വാല്യുവേഷൻ തുടരുന്നത് എന്നുള്ള ഒരു പോയിന്റ് JM ഫിനാൻഷ്യൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കൺസേൺ ആയിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് AI-യുടെ ഉത്ഭവം, അല്ലെങ്കിൽ AI ഇപ്പോൾ കൂടുതലും ഡെവലപ്പ് ചെയ്ത് വരുന്നത് വഴി ഇവർക്ക് വലിയ തോതിലുള്ള ഇവരുടെ ഗൂഗിൾ ട്രാഫിക്കൊക്കെ കുറയുന്നൊരു സാഹചര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗൂഗിൾ ട്രാഫിക് കുറയുന്നതും ഈ കമ്പനിയെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടിയും JM ഫിനാൻഷ്യൽ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം AI ടൂൾ വന്നതോട് കൂടിയിട്ട് കമ്പാരിസൺ ചെയ്യാൻ, കാറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ചെയ്യാനാണെങ്കിലും മറ്റ് സേവനങ്ങൾക്കൊക്കെ ആണെങ്കിലും ChatGPT പോലുള്ള
AI ടൂളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് ഇവരുടെ ഗൂഗിൾ ട്രാഫിക് കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതും കമ്പനിയുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് ഒരു കണ്ടെത്തൽ JM ഫിനാൻഷ്യൽ നടത്തിയിട്ടുണ്ട്. പിന്നീട് OLXൻ്റെ ഒരു ബിസിനസ്സാണ് കുറേ കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി GSTയുടെ ഒരു ആനുകൂല്യം അനൗൺസ് ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ട്രാഫിക്കിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചു എന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. OLXിലുള്ള ബിസിനസ്സിലൊക്കെ ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ OLXിലൊക്കെ ഉണ്ടാകുന്ന ബിസിനസ്സിലുള്ള മുന്നേറ്റം കാര്യമായിട്ടുള്ള ഒരു വരുമാനത്തിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അനുമാനമാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ ബുക്ക് വാല്യൂവിനേക്കാളും 5 മടങ്ങ് അധികമായിട്ടാണ് ട്രേഡിംഗ് നടത്തുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞൊരു റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 2021 ഇഷ്യൂ വിലയിനേക്കാളും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് കമ്പനിയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റേത്. പക്ഷേ പല പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്തും അല്പം റിസ്കി ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 8 അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിൽ കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 4 അനലിസ്റ്റുകളും ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട്. പക്ഷേ 3 അനലിസ്റ്റുകൾ അറ്റ് ദ സെയിം ടൈം സെൽ എന്ന ഒരു ഇനിഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത്. ഒരു അനലിസ്റ്റ് ഹോൾ എന്ന ഒരു റേറ്റിംഗും നൽകിയിട്ടുണ്ട്. ഇനി കാർ ട്രേഡിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവായിട്ടാണ് തുടരുന്നത്. അതായത് കടം വളരെ കുറവാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടേം ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഹെൽത്തി ആയിട്ടുള്ളൊരു ലോങ് ടേം ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. മറ്റൊരു സവിശേഷതയായിട്ട് പറയേണ്ടത് തുടർച്ചയായിട്ടുള്ള 13 ക്വാർട്ടേഴ്സിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്ന ഒരു കമ്പനി കൂടിയായിരുന്നു. അവർ നെറ്റ് സെയിൽസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിലൊക്കെ കഴിഞ്ഞൊരു 13 ക്വാർട്ടറായിട്ടും പോസിറ്റീവ് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. പക്ഷേ ഈ പറയുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് വാല്യുവേഷൻ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാല്യുവേഷൻ ആണെന്നുള്ളത് ഒരു റിസ്ക് ആയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്സ് വളരെയധികം ഉയർന്നൊരു കമ്പനിയാണ്. അതായത് FIIസും DIIസും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് പെർഫോമൻസ് നോക്കുന്ന സമയത്തും തുടക്കത്തിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നല്ലൊരു റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ്. നമ്മൾ പലപ്പോഴായിട്ട് നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് കാർ ട്രേഡ് ടെക്നോളജീസിൻ്റെ 168% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ നല്ല റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു കമ്പനിയാണ്. ഇനി കമ്പനിയുടെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് 14,967 മിഡ് ക്യാപ് കാറ്റഗറിയിലാണ് വരുന്നത്, സ്മോൾ ക്യാപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോക്ക് PE 77 തുടരുന്നത്. ROC 7.59 ROE നോക്കുമ്പോൾ 6.24% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുക്ക് വാല്യൂ 468 രൂപയാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.06 ആയിട്ടാണ് തുടരുന്നതെന്ന് കാണാം. അതോടൊപ്പം ഇനി അവരുടെ ഇൻഡസ്ട്രി PE നോക്കുമ്പോൾ 29 സ്റ്റോക്കിൻ്റെ PE 77 അപ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രി PE കമ്പയർ ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ PE നോക്കുമ്പോൾ തന്നെ ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് തന്നെയാണ് കമ്പനീനെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആയിട്ട് ഇപ്പോൾ ബ്രോക്കറേജും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിൽ വലിയ തോതിലൊരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ട സമയത്ത് ഈ ഒരു മൊമെൻറ്റം നിലനിർത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിന് ഓപ്പോസിറ്റായിട്ട് വലിയ തോതിലൊരു സെൽ ഓഫ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേയിൽ 2222 രൂപയാണ്. ഈ പ്രധാനമായിട്ടും JM ഫിനാൻഷ്യലിൽ ഡൗൺഗ്രേഡ് ചെയ്തത് തന്നെയാണ് സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയത് സൽസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റോക്ക് 1600 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 2 സെഷനുകളിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഫലമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്റ്റോക്കിൽ കാണുന്നത്. 7% അടുത്തൊരു നഷ്ടം ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ വില 9 രൂപ ആ ഒരു റേഞ്ചിലാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 സെഷനിൽ വോളിയത്തിലുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കൊണ്ടാണ് സ്റ്റോക്കിൽ നല്ല മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വോളിയത്തിൽ നല്ലൊരു
നല്ലൊരു പിക്കപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വോളിയം ആയിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച തന്നെ 8 കോടിയോളം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയിൽ 5 കോടിയുടെ ഷെയർസാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ചയിലും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയിലും അതിൻ്റെ തുടർച്ചയായിട്ട് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മൺഡേ 20% ഒരു മുന്നേറ്റത്തിൽ അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയും 15% മുന്നേറ്റം രേഖപ്പെടുത്തി. ഇതോടുകൂടി 2 സെഷനുകൾ കൊണ്ട് 35% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ IPO ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള IPOകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം 250 മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് അധികമായിട്ട് ഈ ഒരു സ്റ്റോക്കിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തെ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് കമ്പനിയുടെ 100-ഡേ മൂവിങ് ആവറേജ് ഒക്കെ ക്രോസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 200-ഡേ മൂവിങ് ആവറേജും ക്രോസ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ട്രെൻഡ് അല്പം മാറുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 2017 ഈ ഒരു സ്റ്റോക്ക് IPOയുമായിട്ട് വിപണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ചൊരു സ്വീകരണം ഈ ഒരു സ്റ്റോക്കിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 180 രൂപ ഒരു റേഞ്ചിലായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 10:1 എന്നുള്ള റേഞ്ചിൽ 1 രൂപ മുഖവിലയിലേക്ക് ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ടാണ് സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ അഡ്ജസ്റ്റ് ആയത്. അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ 25% നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ സർവീസുകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. മെൻഷൻ ചെയ്ത പോലെ തന്നെ 1600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത്. സ്റ്റോക്കിൻ്റെ PE 78 തുടരുന്നത്. ഇൻഡസ്ട്രി PE 36 തുടരുന്നത്. സോ സ്റ്റോക്കിൻ്റെ PE ഇൻഡസ്ട്രി PE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണെന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. 50% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 48% തുടരുന്നുണ്ട്. ROC 10 തുടരുന്നത്. പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ്. 3.79% മാത്രമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളത്. അവരുടെ ഡെപ്റ്റ് 317 ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.4 തുടരുന്നത്. ഡിവിഡൻഡ് ഈൽഡ് ഇല്ല, അതായത് ഡിവിഡൻഡ് ഒന്നും അവർ നൽകിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് ഉള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. റിട്ടേൺ നോക്കുകയാണെങ്കിൽ 15% റിട്ടേൺ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പെഗ് റേഷ്യോ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. നെഗറ്റീവ് 8.99 എന്ന റേഞ്ചിലാണ് ഇവരുടെ പെഗ് റേഷ്യോ തുടരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ അടുത്ത കുറച്ച് റിസ്കുകൾ സംസാരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റിസ്ക് അവർക്ക് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രൊമോട്ടർ ഹോൾഡിങ്സ് അവർ കുറച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യമാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറവാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ടും കുറവാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറയുന്നൊരു സാഹചര്യമാണ് സ്റ്റോക്കിനുള്ളത്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ടും വളരെയധികം കുറവാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ കുറഞ്ഞ ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നൊരു കമ്പനിയാണ്. വില അഫോർഡബിൾ ആണ്. ഈ ഒരു 9 രൂപ 10 രൂപ റേഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വോളിയം അതിൻ്റെ ആ ഒരു സ്റ്റോക്കിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത്തരം സ്റ്റോക്കുകൾ പൊതുവെ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില കുറവുള്ളത് കൊണ്ടും വോളിയം കൂടിയത് കൊണ്ടും മാത്രം ഒരു സ്റ്റോക്ക് നല്ലതാവണമെന്നില്ല. സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരം സ്റ്റോക്കുകളിൽ നമുക്ക് നല്ലൊരു വോളിയം കൈമാറ്റമൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റമൊക്കെ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഇത്തരം സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുക. ഇത്തരം സ്റ്റോക്കുകൾ പരമാവധി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം.